ചേച്ചി നല്ലത് പറയണോ ചീത്ത പറയണോ? ഭയങ്കര ദേഷ്യപ്പെടലാണ്. ഇടയ്ക്ക് നമ്മളെ ചവിട്ടും ഈ തൊഴിയൊക്കെ ഉണ്ട്. അല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും ചേച്ചി കൂടെയാണ്. അതുകൊണ്ട് ഈ ദിവസം എന്ന് പറഞ്ഞിട്ട് അറിയില്ല. എല്ലാ ദിവസവും പുള്ളിക്കാരുടെ കൂടെയാണല്ലോ. നല്ലൊരു മെമ്മറിയാണ്. എല്ലാ ദിവസവും മിസ് ചെയ്യും. എന്തായാലും മിസ് ചെയ്യും. ഇക്കാലത്തെ വന്നില്ല എല്ലാം മെമ്മറിയാണ്. കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ചാണ്. അങ്ങനെ എടുത്ത് പറയാനൊന്നും എന്നാലും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എല്ലാ ദിവസവും നല്ല മെമ്മറിയാണ്. പിന്നെ കിച്ചണിലിരുന്ന് ഓരോ പല ദിവസം പറയുന്നത് വേറെ ആൾക്കാരെ പറ്റി അത് ഒരു നല്ലൊരു ഓർമ്മയാണ്. അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഏറ്റവും നല്ല ഓർമ്മ. അങ്ങനെയൊക്കെ മിസ് ചെയ്യും. Growing restless in the wind, searching for a brighter day, leaving yesterday behind, looking forward into the light. I found you, a world brand new. Sky is blue when I'm with you. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, വിവാഹ ജീവിതത്തിനൊരുങ്ങുന്ന സെബിയെയും ജോമയെയും തിരഞ്ഞെടുക്കാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും സ്നേഹത്തിലും ഐക്യത്തിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സങ്കീർത്തനം. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിലും ഉപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
എൻ്റെ സഹോദരരെ, ഉത്തമ ഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ ഷാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിലെന്ന ലില്ലി എന്ന പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകിയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയും. നമ്മുടെ പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവേ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിൻ്റെ നാഥനും എന്നേക്കും നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു പെയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു പെയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതരഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും. ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. My whole world changed suddenly when I saw something heavenly. He turned my darkness into day, oh, and I could finally see the way. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. See a world awake again. Finally I feel alive. Finally I feel alive. Finally I feel alive. Love, what if we become? Tell me all the things you've done for love, all the things you've done for love. Oh, tight to keep from cold. Tell you all the things I've done for love, all the things I've done for love.
Darling, let's go walking down your favorite city street. Every little morning I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. Love, what can be undone? Tell me all the things you've done for love. All the things you've done for love. ഈശോയുടെ സ്നേഹങ്ങളെ, വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. സെബി, എൽസ, ജോവ, അവരുടെ പേരുകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നഗരയിൽ അനുഭവം വന്നവരാണ്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങളുണ്ട്. കാരണം അത് ചുരുക്കമായിട്ടാണ് നേരത്തെ വരുന്നത്. നിങ്ങൾ വളരെ നേരത്തെ വന്നു വരും. വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ജോമയെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. അല്ലാതെയും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കൂടിയുണ്ട്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. 2025 ആണ്ടിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കിടക്കുക. സെലിന് കോമഡിച്ചു വലിയൊരു സമ്മാനം ജോമയിലേക്ക് കിട്ടുകയാണ്. ജോമയ്ക്കും അതുപോലെ തന്നെ വലിയൊരു സമ്മാനം കിട്ടുകയാണ്. രണ്ടുപേരെയും സമ്മാനമായി സ്വീകരിച്ച് 2026 പ്രവേശിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് 2 അച്ഛന്മാരൂടിയുണ്ട്. 2 പേരും പ്രധാനപ്പെട്ട അച്ഛന്മാരാണ്. അത് ജിനു അച്ഛനാണ്, പട്ടാനിയിൽ തന്നെയാണ്. ഇതിനു വേണ്ടി മാത്രം ജർമ്മനിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ സെലിന് പ്രത്യേകം സന്തോഷിക്കാം. കല്യാണത്തിന് അച്ഛനുണ്ടാവും. ഇനി ഇപ്പുറത്ത് ചുള്ളിയച്ഛനുണ്ട്, ജോബിയച്ഛൻ ജോബിയുടെ സ്വന്തം അച്ഛൻ. 2 അച്ഛന്മാരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കൾ 2 പേരെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മക്കളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു. യാത്ര അനുഗ്രഹീതമാകട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിലെ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാക്കരുതേ, ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതനായി ഹൃദയത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കട്ടെ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അപകീലമായ മാർഗത്തിൽ ചലിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ.
പൂർണ്ണതയോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന ബന്ധം ശുദ്ധീകരിക്കുവാനുള്ള അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതരായി വസിക്കുന്ന പരിശുദ്ധനും സുതരകനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസിലേക്കും കൊരിന്തോസുകാരുടെ ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണം. അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുവൻ ചെയ്യുകയോ ചിലപ്പോൾ കൈകാണുമ്പോഴാണ്. എനിക്ക് പ്രവചനങ്ങളുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മലകളുടെ വിശ്വാസവും എനിക്ക് പറയാനും സ്നേഹമില്ലെങ്കിൽ ഞാനാകുന്നില്ല. ഞാൻ എൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താൽ എൻ്റെ ശരീരം ഗ്രഹിപ്പിക്കപ്പെട്ടുകൊടുത്താൽ സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അവതാരം ചെയ്തവരെ കൈകൂപ്പി വണങ്ങിടുവിൻ.
കർത്താവേ ധനിൻ സാക്ഷിയായി തീരുവാൻ, കർത്താവേ ധനിൻ സാക്ഷിയായി തീരുവാൻ, ഞങ്ങളിൽ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ, ഞങ്ങളിൽ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. പരിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കണം. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രണ്ടുപേരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാര്, ബന്ധുമിത്രാദികൾ, സ്നേഹബഹുമാനപ്പെട്ട വികാരി ചന്ദ്രച്ചൻ, അതുപോലെ വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് എന്ന് വികാരിച്ച് ഓർമ്മപ്പെടുത്തി. 2025 അവസാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവസാന മണിക്കൂറിലാണ് നമ്മൾ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്ന സെബിയും ജോമയും പുതിയ ചിന്തകളിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ 25 അവസാനമാണ് എന്നല്ല, അതുകൊണ്ട് ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് നമുക്ക് പുതിയതിലേക്ക് തുടങ്ങാൻ തോന്നും. അതുകൊണ്ട് സെബിയും ജോമയും മാത്രമല്ല മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാനുഷികമായ കുറെ കണക്കുകൂട്ടലുകൾ ജോമയുടെയും സെബിയുടെയും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെയൊക്കെ കൂടിയാലോചനകളുടെ റിസൾട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഇവർ രണ്ടുപേരെയും യോജിപ്പിച്ച് ആക്കിയിരിക്കുകയും ഒത്തിരി കണക്കുകൂട്ടലുകളുണ്ട്. മാനുഷികമായ കണക്കുകൂട്ടലുകൾ തന്നെയാണ്. എന്നാൽ ഇനി തുടങ്ങി ആ കണക്കുകൂട്ടലുകൾ ഇന്ന് 2025 അത് അവസാനിപ്പിക്കുകയും ഈ കണക്കുകൂട്ടലുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇനി ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. മാനുഷികമായ കണക്കുകൂട്ടലുകൾ അവസാനിപ്പിച്ചിട്ട് പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ ഇനി ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് വിട്ട് കൊടുക്കണം. ഒപ്പം രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം ദർശനങ്ങളിലുള്ള വ്യത്യാസമാണ്. സുവിശേഷത്തില് വായിച്ചതില് അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. യേശു സ്നേഹിച്ച മാത്രം മറ്റൊന്നുമല്ല. യേശു സ്നേഹിച്ചത് കുറെ കഴിവുകളുള്ള, പ്രാപ്തിയുള്ള, അധികാരമുള്ള, പ്രാഭവമുള്ള, സൗന്ദര്യമുള്ള ആളുകളിലേക്കോ കാര്യങ്ങളിലേക്ക് അല്ല, കുറവുകളെയും കൂടി ഉൾപ്പെടുത്തിയാണ് അവരെയെല്ലാം സ്വീകരിക്കാൻ യേശു തയ്യാറായതെന്ന് സുവിശേഷത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഗ്ദലേന മറിയത്തെ പറ്റി ആളുകൾ അല്ലെങ്കിൽ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, അവളൊരു വിചാരണയാണ്, അല്ലെങ്കിൽ കുറവുകൾ ധാരാളമുള്ള ആളുകൾ, പിശാചുകൾ ബാധ്യതയുള്ള ഒരു സ്ത്രീയാണ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ യേശു അവളിൽ ദർശിച്ചത് തന്റെ ഉത്ഥാനത്തിന് സാക്ഷിയാകാൻ പറ്റുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് അവളെ ദർശിച്ചത്. ശിമിയോൻ പത്രോസിനെ പറ്റി നമുക്ക് സുവിശേഷത്തിൽ ഉടനീളം കാണാം. യേശു തന്നെ പിശാചെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞതും സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഒരു പത്രോസായി പാറയാക്കി മാറ്റത്തക്ക, പള്ളി പണിയത്തക്ക രീതിയിലുള്ള ഒരു ശക്തിയുള്ള വ്യക്തിത്വമായിരിക്കും പത്രോസ് എന്ന രീതിയിൽ തന്നെ യേശു അത് നോക്കി കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇനി സെബിയുടെയും ജോമയുടെയും മാത്രമല്ല, കുടുംബാംഗങ്ങളുടെയും ദർശനങ്ങളിൽ അതിന്റെ വ്യത്യാസമുണ്ട്. എത്രയും നാളെ നിങ്ങൾ നോക്കിയതെല്ലാം നന്മകൾ അല്ലെങ്കിൽ എത്രമാത്രം ക്വാളിറ്റീസ് ഉണ്ടെന്ന് തന്നെയാണ് നോക്കിയത്. പക്ഷേ ഇനി കുറവുകളെ കണ്ണടച്ചു പിടിച്ച് നന്മകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം.
കുറവുകളെ അവഗണിച്ചുകൊണ്ട് നന്മകളിലേക്ക് ജോമിക്ക് വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ കുറവുകൾ കണ്ടേക്കാം. സെബി ഇനി നമ്മുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയിച്ചേട്ടനിലേക്ക് വരുമ്പോൾ കുറവുകൾ കണ്ടേക്കാം. പക്ഷെ ആ കുറവുകൾ എണ്ണി പറയാൻ നമുക്ക് എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബേഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം ഞാൻ വായിക്കാനിടയായി. അവർ പറഞ്ഞു, ഞങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു റേറ്റിംഗ് കിട്ടാറില്ല, അവിഹിതമോ അല്ലെങ്കിൽ മോശമായ വാർത്തകൾ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുക. അതുകൊണ്ട് അത്തരത്തിൽ ആണ് ഞങ്ങൾ പലപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റിംഗ് ഒന്നും അല്ല, മറിച്ച് കുറവുകളിലേക്ക് നോക്കിയല്ല നിറവുകളിലേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കണം. ഇനി അവസാനിപ്പിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2025 പ്രത്യേകിച്ച് ജോമയും സെബിയും രണ്ടുപേരുടെയും വീട്ടുകാരും അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ എന്നുള്ള കുറെ ചിന്തകളുണ്ടായിരുന്നു. എൻ്റെ മോന് പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ മോനും മോളുമാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ആളുകളായിട്ട് വിഭാഗത്തിന്റെ ആളുകളായിട്ട് മാറ്റി നിർത്താതിരിക്കട്ടെ. ഗ്രാനി കുടുംബവും ചുള്ളി കുടുംബവും ഒരുമിച്ചുള്ള കുടുംബത്തിലേക്ക് ആണ് നമ്മൾ ഇനി അടുത്ത 5-ാം തീയതി തുടങ്ങി ആകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ എൻ്റെ എന്നുള്ള സ്വാർത്ഥപരമായിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള ചിന്തകളെ കൂടി ഈ 2025 അവസാനിപ്പിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ ഒന്നായിരിക്കാനും അതുപോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാനും നല്ല ഒരു കുടുംബത്തെ പടുത്തുയർത്തുവാനായിട്ട് സെബിക്കും ജോമയ്ക്കും സാധിക്കും. അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. തീർച്ചയായിട്ടും ഇതൊരു സ്പിരിച്വൽ ടീസർ എന്ന ദിവസമാണ്. അതായത് ആധ്യാത്മികമായിട്ട് നിങ്ങൾ ഒന്നാകാൻ പോവുകയാണെന്ന് സമൂഹത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുന്ന സുദിനം കൂടിയാണ്. അതുകൊണ്ട് ആ സുദിനത്തിൽ നിന്ന് മംഗളകരമായ വിശുദ്ധമായ നിങ്ങളുടെ കുദാശ സ്വീകരണത്തിലേക്ക് അധികം ദൂരമില്ല. ആ ദൂരത്തിൽ നന്നായി ഒരുങ്ങാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഈ ചിന്തകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് 2025 അവസാനത്തിൽ നമ്മളെടുത്ത മനോഹരമായ തീരുമാനത്തിലേക്ക് കർത്താവിന്റെ അനുഗ്രഹം ഒഴുകിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവരല്ല, മറിച്ച് പ്രാർത്ഥിക്കാൻ, ഈ മക്കളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ മറ്റേത് കൈമാറുന്നതിനേക്കാൾ പ്രാർത്ഥനകൾ കൈമാറാനായിട്ട് സാധിക്കട്ടെ. മരണം വരെ ഒരുമിച്ചായിരിക്കാനുള്ള ഒരു കൃപാവനത്തിലേക്ക് ചൂടുവെക്കാനായിട്ട് കുറവുകളെയും പോരായ്മകളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട്. കുറവുകൾ മനുഷ്യനാണ്, ബലഹീനതനാണ്, കുറവുകൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും 2 വ്യത്യസ്തമായ കൾച്ചർ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാലായിലെ കൾച്ചറും എറണാകുളത്തെ കൾച്ചറും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും പല കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ പക്ഷേ കൂടുതൽ നമുക്ക് വെളിവാകുന്ന സന്ദർഭങ്ങൾ കടന്നു വന്നേക്കാം. അപ്പോൾ അതിനുപരിയായിട്ട് മക്കൾ ഒന്നാണ് എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരാനായിട്ട് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നാണ് എന്നുള്ള സത്യത്തിലേക്ക് സെബിയും ജോമയ്ക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യമാകട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ കാരുണ്യം നിങ്ങൾ അനുഭവിച്ചറിയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവർക്ക് വിശ്വസ്തത നൽകുകയും ചെയ്തു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ ഈ കൗദാശിക സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടതും ഉത്തരവാദിത്തബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതും പരസ്യമായി പ്രഖ്യാപിക്കാൻ സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജോമയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ജോമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി സെബിയെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷിയാകും. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം.
ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണ്. മരണം വരെ നിലനിൽക്കുന്നതുമാണെന്നുള്ള ബോധ്യത്തോടെ ഇവരെ സ്വീകരിക്കുന്നവരുമാണ്. ഈശോയുടെ പരസ്പരം വിഭജിച്ച അറിയുവാണ് വിവാഹ ജീവിതത്തിന് പരസ്പരം ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാണ്. വിവാഹബന്ധത്തിന്റെ അഭിനയത്തിലും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാൻ അതനുസരിച്ച് വിവാഹ ജീവിതത്തിൽ ഒരുങ്ങുവാണ്. സ്നേഹബന്ധത്തിൽ വിശ്വസനം ജീവിച്ചോടുകൂടി ഇവരുടെ സ്നേഹബന്ധത്തിന്റെ ആളുകളെ യോജിക്കുന്നത് സകലങ്ങളായിരിക്കുവാണ്. വിവാഹബന്ധത്തിൽ പ്രവേശിച്ചതിന് ഇവരുടെ വചിച്ചതുമാണ്. പ്രത്യേകമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാണ്. നമുക്കെല്ലാവരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ ഓർത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ഒരുങ്ങുന്ന ജോമിയെയും സ്ഥിതിയെയും സ്നേഹത്തിൽ വളർത്തേണമേ. ഇവരുടെ കൃപാവരം സമൃദ്ധമായി ഇവരിൽ ചൊരിഞ്ഞ് ഇവരെ അങ്ങ് പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കനായിലെ കല്യാണം വിതരിച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച് മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥനാനിരതരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി വിവാഹമത ഉദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുത്തെ കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശംസകൾ നേരുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങളിൽ വിവാഹത്തിന് നന്നായിട്ട് ഒരുങ്ങ് തമ്മിലെ കൃപ യാചിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സെബിനെയും ജോലിയെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 ഫോട്ടോസ് നമ്മൾ എടുക്കും. അതിനുശേഷം അപ്പുറത്തുള്ള ഈ മേശയുടെ മേശത്തിലേക്ക് 2 സാക്ഷികളും വരിക. സെബിയും ജോലിയും വരിക. We crossed our desires, we crossed our eyes, in tokens, in charms, in smoke, in kind. We spent it all, we buried our cause, we straightened our spine. Swayed and fettered, swooned and crowned, even the bliss is pain somehow. I read up on glances and tethered to chances, eloped with the sound. How did you perceive me? And how did you complete me? Cold shoulders apart, sway into my arms, slip into my heart. I stumbled with grace in my stride, accorded my hopes to one side. I slipped on my swerves, I balanced on curves,
you looked away. When you were spoken, when you refrained, I called in my favors, I called in my troops, I left you alone. Tired of being lonely, the rain, the sun, the lonely, cold shoulders apart, sway into my arms, slip into my heart. Tired of being lonely, the rain, the sun, the lonely, cold shoulders apart, sway into my arms, slip into my heart. newly engaged couples are here. നമുക്കെല്ലാവർക്കും അവരെ നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. ചേച്ചി, നിങ്ങൾ പരസ്പരം ഒരു ഫോർവേഡ് യെസ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് നിങ്ങൾക്കൊരു ബെസ്റ്റ് വിഷസ് പറയുന്നു. ഇനി നമുക്ക് ഇവരെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. Our groom, Mr. Sebi Augustine, an MBA graduate, currently working as a mechanist in Canada, son of Mr. Augustine Joseph and Ms. Subi Sebastian. To the bride, Ms. Joma, BTech graduate, currently working as software professional at TCS. ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിലെ ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലും അത് വളരെ അഭിമാനത്തോടു കൂടി നോക്കി നിൽക്കുകയും അവരെ സപ്പോർട്ട് ചെയ്തവരുമാണ് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്. അവരുടെ പ്രസൻസ് ഇവിടെ വളരെ അത്യാവശ്യമാണ്. Let me invite our groom's parents, Mr. Augustine Joseph, who is a businessman, and Ms. Subi Sebastian. She is a retired ACB senior assistant. Please come to the stage. Moving upon to the bride's parents, I invite Mr. Joe Seeley. He is a businessman, and Ms. Teresa, who is a housewife. Please join them. Chetan's elder brother, Jeffrey Augustine, working as a senior analyst in Canada, his wife Annette, and their kids, Iza and Ian. അവർക്ക് ഇന്നിവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. അവരെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. We have our groom's younger sister, Liz Augustine, currently doing her graduation in nursing at Caritas College of Nursing, Kottayam. Younger brother, Jesse Augustine, currently doing his graduation in engineering at St. Joseph College of Engineering and Technology, Chundacheri. Please join them. ഇപ്പോഴാണ് ഈ ഫ്രെയിം ഒന്ന് കംപ്ലീറ്റ് ആയത്. ഇവരുടെ ജീവിതം പ്രകാശപൂരിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരിതെളിക്കൽ ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Now, I invite our newly engaged couples and their parents to step forward for the lamp lighting.
കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകമായി ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെതുമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിന് കാരണക്കാരായി ഞങ്ങളുടെ ഇടയിലുള്ള സിബിയെയും ജോമയെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇന്നത്തെ ഈ ആഘോഷ സുദിനത്തിൽ ഇവരുടെ മനസ്സുകൾ ഒന്നാകാനായിട്ട് സമൂഹത്തിന് മുമ്പാകെ, സഭയുടെ മുമ്പാകെ എടുത്ത തീരുമാനം പ്രഖ്യാപിച്ച ഈ മഹസുദിനത്തിൽ ഈ മക്കളെ രണ്ടുപേരെയും ഒന്ന് പ്രത്യേകമായിട്ട് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പുതിയൊരു അഭിഷേകത്തിലേക്ക് നീങ്ങുവാനും വിവാഹമെന്ന കുദാശ സ്വീകരിക്കുവാനും ഇവരെ നീ പ്രാപ്തരാക്കണമേ. ഇന്ന് ഇവിടെ കൂടി ആയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും പ്രത്യേകമായിട്ട് ഇവരെ സ്വീകരിക്കാൻ സന്നദ്ധമാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അച്ഛൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഏറെ പ്രത്യേകമായി സെബിയോടും ചോമയോടും ഇവരുടെ കുടുംബാംഗങ്ങളോടും ഒക്കെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താങ്ക് യു.
ചെവിക്കും കുടുംബാംഗങ്ങൾക്കും ഇവിടെ ജോലി ക്ഷണിക്കപ്പെട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ കളി നിറഞ്ഞ നന്ദി. ഞാനൊരു പ്രാർത്ഥനാഗീത ആലപിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം പ്രായാധിക്യത്തിൻ്റെ രാഷ്ട്രീയതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പള്ളിയുടെ അംഗത്തിൽ ഒരുപാട് പാടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സമയം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കാറ്റുവിതച്ചും കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിലൂടെ കാറ്റുവിതച്ചും കൊടും കാറ്റ് കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടി
ഞാൻ ആലോചിച്ചു ആർക്കാണ് ആദ്യം നന്ദി പറയേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ആദ്യത്തെ നന്ദി നമ്മുടെ താരങ്ങളായ ജോമയ്ക്കും സെബിക്കും തന്നെ ആകട്ടെ എന്ന്. അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ നമുക്ക് ഈ പരിപാടി ഇവിടെ നടത്താൻ സാധിച്ചതും നമുക്കെല്ലാവർക്കും നേരിൽ കണ്ട് ആശംസകൾ പരസ്പരം കൈമാറാൻ സാധിച്ചതുമൊക്കെ. അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ നന്ദി അവർക്കായി ഞാൻ സമർപ്പിക്കുന്നു. അതിലും ഉപരിയായിട്ട് അവരെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇന്നോളം കൈപിടിച്ച് നടത്തിയ നമ്മുടെ നല്ല തമ്പുരാനും ദൈവത്തിന് എല്ലാറ്റിലും ഉപരിയായി വളരെ നന്ദിയോടെ കൈകൾ കൂപ്പി നന്ദി പറയുന്നു. അടുത്തത് നമ്മുടെ വികാരിയച്ഛൻ റെവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് പുളിക്കൻ, അസിസ്റ്റന്റ് വികാർ റെവറൻഡ് ഫാദർ സിറിൽ കുന്നേക്കാടൻ നമുക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തന്നു. ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി എങ്ങനെയാണോ പരിപാടികൾ നടത്താൻ ഒരുക്കങ്ങൾ നടത്തുക, അതുപോലെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ന് പള്ളിയിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തി അച്ഛന്മാർ 2 പേരും കൂടി നമുക്ക് ഒരുക്കി തന്നു. അപ്പോൾ അച്ഛന്മാരെ നമുക്ക് പ്രത്യേകം നന്ദിയോടെ ഓർക്കാം. അടുത്തത് ഞങ്ങളുടെ 2 സ്വന്തം അച്ഛന്മാരുണ്ട്. ഒന്ന് നമ്മുടെ ജോമയുടെ കസിൻ ഫാദർ ജോബി ചുള്ളി CST. അച്ഛനിപ്പോൾ മൂക്കന്നൂർ ബേസിൽ ഭവനിലെ സുപ്പീരിയറാണ്. ഒരുപാട് തിരക്കുകളുണ്ട് അച്ഛന്, ഞങ്ങൾക്കത് നേരിട്ടറിയാം. അടുത്തത് റവറൻഡ് ഫാദർ ജിനു പറ്റാണിയിൽ. അച്ഛനാണെങ്കിൽ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഈ കല്യാണം കൂടാനായിട്ടും ആശീർവദിക്കാനായിട്ടും മനസ്സമ്മതത്തിന് വേണ്ടിയും ഒക്കെ അച്ഛൻ ജർമ്മനിയിൽ നിന്ന് ഓടി വന്നതാണ്. ഈ 2 അച്ഛന്മാരെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒത്തിരി സ്നേഹത്തോടെ നന്ദി 2 അച്ഛന്മാർക്ക്. മധുരം വെപ്പ് ദിവസവും ഇന്നത്തെ ദിവസവും വലിയ ആഘോഷമാക്കിയ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും, ഏറ്റവും പ്രത്യേകിച്ച് സെബിയുടെ വീട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് സന്തോഷം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് നിറച്ച എല്ലാവർക്കും ജോയി ചുള്ളിയുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ 2 ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും വളരെ നിറഞ്ഞ നന്ദി. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ മനോഹരമാക്കാൻ സഹായിച്ച, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. കണ്ണിന് നല്ല മനോഹാരിത നൽകുന്ന ലൈറ്റ്സ്, പ്രത്യേകിച്ച് മധുരം വെപ്പ് ദിവസത്തെ ലൈറ്റ്സ്, കാതുകൾക്ക് ഇമ്പം നൽകുന്ന നല്ല സൗണ്ട് സിസ്റ്റം, ഇതെല്ലാം നൽകിയ സൈമൺ ആൻഡ് ടീം, ഡെക്കറേഷൻ വളരെ മനോഹരമായി ചെയ്തു തന്ന ജോമോൻ ആൻഡ് ടീം, നമുക്ക് വിശന്നപ്പോൾ നല്ല ആഹാരം വിളമ്പി തന്ന സാജു ആൻറ്റി, എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you.
പറന്നേരുന്നു മനം പറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ ജന്മങ്ങൾ പുൽകും നാദം നൽകൂ പെൺമതിലൊക്കെ ചൂടും പിന്നിൻ ചാരുതയെ പറന്നേരുന്നു മനം പറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ ജന്മങ്ങൾ പുൽകും നാദം നൽകൂ പൂകുളകരാഗം പോലെ പുലരൊളി കവിരൊളി പൂകുളകരാഗം പോലെ ഉഷതിൽ കവി ചാർത്തി നിന്റെ വിരിയിൽ മുന ചാർത്തി പ്രേമോത്സുകരായ പനിനീർ കണമായി ഓരോ കടം മുതലിൽ
മാട്രിമോണിയിൽ റിക്വസ്റ്റിംഗ് കൂടെ വന്നതാ. പിന്നെ അക്സെപ്റ്റ് ചെയ്ത് സംസാരിച്ചു തുടങ്ങി. സംസാരവും ഇതൊക്കെ ഇഷ്ടമായി. വീട്ടുകാർ വന്നുകൊണ്ട് ഓക്കെ ആയി. ശരിക്കും ഉറപ്പിക്കാൻ ഇതോ കല്യാണം. ആളെന്താ കൂളാണ്. പിന്നെന്താ ആളെങ്ങനെയാ അങ്ങനെ തന്നെ എന്നോട് വരുവാറുണ്ട്. മീൻസ് ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടമായത്. പരിചയം ജാനുവരി 26 തൊട്ടാണ് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1 വർഷമാവുന്നു. ലോങ് ഡിസ്റ്റൻസ് അത് മാറ്റാണ് ഒരു ഇതായിട്ട് വരുള്ളൂ. ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ ആള് ജെനുവിനാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. റിയൽ ആയിട്ട് തോന്നി. തുടക്കം ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായില്ല. പക്ഷെ സെബീനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേഗം കല്യാണം കഴിക്കണമെന്ന് തോന്നി. ഞാനിവിടെ ഒരാളാണ്. അപ്പോൾ അവിടെ 4 പേരെ മക്കൾ. ഒരു വലിയ ഫാമിലിയോട്ട് പോണ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. മെസ്സേജ് എന്താ അതിനെ സൂക്ഷിച്ച് നോക്കിക്കോളെന്ന് പറഞ്ഞാൽ മുന്നോട്ട് നോക്കണം.